നമസ്കാരം, ഞാൻ ഡോക്ടർ മൃണാൾ എസ് പിള്ളൈ, ന്യൂബോൺ സ്പെഷ്യലിസ്റ്റാണ് ജി ഹോസ്പിറ്റലിലെ. ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ടോപ്പിക്ക് കുഞ്ഞുങ്ങളിൽ അപായ ചിഹ്നങ്ങൾ, അസുഖമുള്ള കുഞ്ഞുങ്ങളിൽ അപായ ചിഹ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അതിനെക്കുറിച്ചാണ്. അപ്പോൾ ഡേഞ്ചർ സൈൻസ് ഇൻ എ സിക്ക് ന്യൂബോൺ അല്ലെങ്കിൽ സിക്ക് ചൈൽഡ്. അസുഖമുള്ള കുട്ടികൾ, അവരിൽ അസുഖത്തിൻ്റെ തീവ്രത കൂടുതലാണെങ്കിൽ അവരിൽ ജീവന് ഹാനി ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അടുത്തൊരു 24-48 മണിക്കൂറിനുള്ളിൽ നമ്മൾ ആ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തില്ല എങ്കിൽ ആ കുഞ്ഞിന് തീർച്ചയായും ജീവന് ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനത്തെ ലക്ഷണങ്ങൾ എന്താണെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം തല മുതൽ കാല് വരെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുഞ്ഞിൻ്റെ തലഭാഗത്ത് പറയുകയാണെങ്കിൽ കുഞ്ഞ് പാല് കുടിക്കുന്നില്ല, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നില്ല, അല്ലെങ്കിൽ വെള്ളമേ കുടിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതൊരു ഡേഞ്ചർ സൈനാണ്. കുഞ്ഞ് ആക്റ്റീവല്ല, എപ്പോഴും ഒരു ഉറക്ക ലക്ഷണം, എന്നാലും ഉറക്കമല്ല, ഒരു അസുഖം ഉള്ള പോലത്തെ ഉറക്കം, ആക്റ്റീവ് ആവേണ്ട സമയത്തും ഉറങ്ങിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതൊരു ഡേഞ്ചർ സൈനാണ്. അപ്പോൾ റിഫ്യൂസൽ ടു ഫീഡ് അല്ലെങ്കിൽ ഡ്രിങ്ക് ആൻഡ് ഡിക്രീസ്ഡ് ആക്ടിവിറ്റി. മൂന്നാമതായി സീഷർ, ജന്നി വരിക. അത് തന്നെ ഒരു കൂടുതലായിട്ട് ബ്രെയിനിന് പ്രോബ്ലം അല്ലെങ്കിൽ തലച്ചോറിന് ഉള്ള അസുഖം ഉള്ളതായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ജന്നി ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? കുഞ്ഞിനെ ഒരു സൈഡിലേക്ക് ചരിച്ചു കിടത്തുക. ചിലപ്പോഴൊക്കെ പനി വന്നിട്ട് ജന്നി വരാം, അത് വലിയ കുഴപ്പമില്ലാത്ത ജന്നിയാണ്. അപ്പോൾ ഒരു സൈഡിലേക്ക് ചരിച്ചു കിടത്തുമ്പോൾ കുഞ്ഞിൻ്റെ വായിലുണ്ടാവുന്ന തുപ്പൽ തൊണ്ടയിലേക്ക് പോയിട്ട് ന്യൂമോണിയ ഉണ്ടാവില്ല. അതിനാണ് നമ്മൾ ചരിച്ചു കിടത്തുന്നത്. ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് കഴിയുമ്പോൾ ആ ജന്നി തീരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ നമ്മൾ കുഞ്ഞിനെ ഒരു സൈഡിൽ ചരിച്ചു കിടത്തിക്കൊണ്ട് തന്നെ നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാൻ നോക്കുക. അപ്പോൾ നമ്മൾ തലഭാഗത്ത് നിന്ന് താഴേക്ക് വരികയാണെങ്കിൽ നെഞ്ചത്തെത്തി. നെഞ്ചിൽ വളരെ അമിതമായി ശ്വാസത്തിൻ്റെ നിരക്ക് അല്ലെങ്കിൽ റേറ്റ്, റെസ്പിറേറ്ററി റേറ്റ് വളരെ സ്പീഡിൽ, ഫാസ്റ്റിലാണ് ശ്വസിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ വളരെ സ്പീഡിൽ ശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം കുഞ്ഞിന് ശ്വാസത്തിൻ്റെ പ്രോബ്ലം ഉണ്ടെന്നാണ്. അത് വരുന്ന അസുഖം എന്ന് വെച്ചാൽ ലങ്ങിന് അസുഖമാവാം, ലങ്ങിന് ഇൻഫെക്ഷൻ, ന്യൂമോണിയ, ഇപ്പോൾ ഫ്ലൂ വന്നിട്ടോ അല്ലെങ്കിൽ കൊറോണ വന്നിട്ടോ അല്ലെങ്കിൽ ബാക്ടീരിയൽ ന്യൂമോണിയ കാരണം ലങ്ങിൽ ഇൻഫെക്ഷൻ ഉണ്ടായി ശ്വാസം മുട്ട് വരാം. ചില കുഞ്ഞുങ്ങൾക്ക് ഹാർട്ടിൻ്റെ പ്രോബ്ലം ആയിരിക്കാം. ഹാർട്ടിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിലും ശ്വാസം മുട്ട് ഉണ്ടാവാം. ചില ഹാർട്ടിൻ്റെ അസുഖത്തിൽ അതിൻ്റെ കൂടെ തന്നെ ലങ്ങിന് ഇൻഫെക്ഷനും വരാം. അപ്പോൾ ശ്വാസകോശത്തിൻ്റെ അല്ലെങ്കിൽ ശ്വാസത്തിൻ്റെ ഒരു മിനിറ്റിൽ ഉണ്ടാവുന്ന എണ്ണത്തിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ അതിനർത്ഥം കുഞ്ഞിന് അസുഖം കൂടുതലാണെന്നാണ് മനസ്സിലാക്കുക. 3 മാസത്തിന് താഴെയുള്ള കുട്ടിക്ക് ഒരു മിനിറ്റിൽ 60 കൂടുതൽ ശ്വസിക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ 3 മാസവും 1 വയസ്സിനിടയിലുള്ള പ്രായമുള്ള കുഞ്ഞിന് ഒരു മിനിറ്റിൽ 50 കൂടുതൽ ശ്വാസത്തിൻ്റെ എണ്ണമുണ്ടെങ്കിലോ, അല്ലെങ്കിൽ 1 വയസ്സിന് മുകളിൽ, 1 വയസ്സ് മുതൽ 5 വയസ്സ് വരെ ഒരു മിനിറ്റിൽ 40 കൂടുതൽ തവണ ശ്വസിക്കുന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ 5 വയസ്സിന് മുകളിലുള്ള കുട്ടി ഒരു മിനിറ്റിൽ 30 കൂടുതൽ തവണ ശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ശ്വാസത്തിൻ്റെ റേറ്റ് കൂടുതലാണ്, റെസ്പിറേറ്ററി റേറ്റ് ഫാസ്റ്റ് ആണെന്നാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുവരിക. ഇനി നെഞ്ചിൽ നിന്ന് നമുക്ക് വയറിലേക്ക് പോകാം. വയറ് വളരെ ടൈറ്റായിട്ട് വലുതായിട്ട് ഇരിക്കുകയാണ്, വളരെ ടൈറ്റാണ്, സോഫ്റ്റ് അല്ല. അത് ചിലപ്പോൾ കുഞ്ഞുങ്ങൾ കരയുമ്പോൾ ടൈറ്റ് ആവാം. അങ്ങനെയല്ല, കരയാത്തപ്പോഴും വയറ് വളരെ ടൈറ്റാണ്, വികസിച്ചിരിക്കുകയാണ്. ഛർദ്ദിക്കുന്നു കുഞ്ഞ് വീണ്ടും വീണ്ടും, ചിലപ്പോൾ പച്ച നിറത്തിൽ ഛർദ്ദിക്കുന്നു, അല്ലെങ്കിൽ വയറ്റിൽ നിന്ന് താഴോട്ട് ഗ്യാസ് അല്ലെങ്കിൽ മോഷൻ പോകുന്നില്ല, അല്ലെങ്കിൽ കുഞ്ഞിന് കുടലിറക്കമുണ്ട്, കുടലിറക്കത്തിൽ അതിങ്ങനെ തടിച്ചിങ്ങനെ ഇരിക്കുകയാണ്, കുഞ്ഞ് അമിതമായി കരയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വയറിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഡോക്ടറെ എത്രയും പെട്ടെന്ന് കാണിക്കുക. കുടലിന് തടസ്സം വന്നാലും താഴെ കൂടെ മോഷനും ഗ്യാസും പോകില്ല. അതേപോലെ മുകളിൽ കൂടെ പച്ചനിറത്തിൽ ചിലപ്പം ഛർദ്ദിക്കാം. അപ്പോൾ അതുകൂടാതെ കുടലിന് ബ്ലഡ് സപ്ലൈ കിട്ടുന്നില്ലെങ്കിൽ, ഇപ്പം കുടൽ ഇറങ്ങുന്ന സ്ഥലങ്ങളുണ്ട്, ഹെർണിയ എന്ന് പറയും, അംബിലിക്കൽ പൊക്കിളിൽ നിന്ന് ഹെർണിയ ഉണ്ടാവാം, അല്ലെങ്കിൽ ഇംഗ്വേനൽ ഏരിയ എന്ന് പറയുമ്പോൾ വയറും കാലും മീറ്റ് ചെയ്യുന്ന സ്ഥലം, അവിടെ നിന്നും ഹോള് വഴി പുറത്തേക്ക് ഹെർണിയ വരാം. അപ്പോൾ അവിടെ ഇരുന്നിട്ട് കുടൽ സ്വയമേവ
ട്വിസ്റ്റായിട്ട് ചുരുങ്ങി അതിനകത്തോട്ടുള്ള രക്ത ഓട്ടം നിൽക്കുകയാണെങ്കിലും കുഞ്ഞിന് അമിതമായി വേദന ഉണ്ടാവും. അവിടുത്തെ കുടൽ മരിക്കാൻ തുടങ്ങും, ഗാംഗ്രീൻ എന്ന് പറയും. അങ്ങനെ വരുന്നതിന് മുമ്പ് തന്നെ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കാം. ചില കുഞ്ഞുങ്ങൾക്ക് ടോർഷൻ ടെസ്റ്റിസ് ഉണ്ടാവും. ടെസ്റ്റിസിൻ്റെ അവിടെയുള്ള ബ്ലഡ് സപ്ലൈ അത് ചുറ്റിനും ചുരുങ്ങി അവിടത്തേക്കുള്ള രക്ത ഓട്ടം നിന്നിട്ട് അവിടെ മരണം ഉണ്ടാവാം, ഗാംഗ്രീൻ ഉണ്ടാവാം. അത് ടോർഷൻ ടെസ്റ്റിസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിലും അമിതമായി കരയും, ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരിക. അപ്പോൾ അമിതമായി കരയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ആ ഒരു ലക്ഷണം ഉണ്ടെങ്കിലും കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവരിക. അങ്ങനെയുള്ള കുട്ടികൾ 20 മിനിറ്റിൽ കൂടുതൽ തുടർച്ചയായിട്ട് കരയും. നിങ്ങൾ കയ്യിലെടുത്താലോ പാൽ കൊടുത്താലോ കയ്യിലെടുത്തുകൊണ്ട് നടന്നാലോ കുഞ്ഞിൻ്റെ കരച്ചിൽ നിൽക്കില്ല. ഇൻകൺസോളബിളും പ്രൊലോങ്ഡ് ആയിട്ടുള്ള ക്രൈ ആണെങ്കിലും അതൊരു ഡേഞ്ചർ സൈനാണ്. കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരിക. അതുകൂടാതെ മൂത്രം വരുന്നില്ല, മൂത്രം കുറഞ്ഞു വരുന്നു, 6 മണിക്കൂറിൽ ഒരിക്കൽ പോലും മൂത്രം വരുന്നില്ല, അങ്ങനെയാണെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുവരിക. എവിടെന്നെങ്കിലും ബ്ലീഡിങ് ഉണ്ടാകുന്നു, ഇപ്പം ഛർദിൽ ബ്ലീഡിങ്, മോഷനിൽ ബ്ലീഡിങ്, മൂത്രത്തിൽ ബ്ലീഡിങ്, അങ്ങനെയാണെങ്കിലും അതൊരു ഡേഞ്ചർ സൈനാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുവരിക. പിന്നെ കൈയും കാലുമൊക്കെ മഞ്ഞ നിറത്തിൽ മഞ്ഞപ്പിത്തം ഉണ്ടാവുന്നുണ്ട്. കൈയുടെയും കാലിലെ പാദം നോക്കുകയാണെങ്കിൽ അത് മഞ്ഞിച്ചിരിക്കുകയാണ്. അതും ഒരു ഡേഞ്ചർ സൈനാണ്, ഹോസ്പിറ്റലിൽ കൊണ്ടുവരാനുള്ള സൈനാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇപ്പോൾ കുഞ്ഞിന് അസുഖത്തിൻ്റെ തീവ്രത കൂടിയിട്ടുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.